ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ ഡേ 5 സലാല വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ 5 വ്ളോഗുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സലാലയെ കുറിച്ച്. അതിനകത്ത് ഞാൻ ഒരുപാട് ഡീറ്റെയിൽസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുവാണെങ്കിൽ ആ ബാക്കിയുള്ള വ്ളോഗുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സലാലയുടെ ഈ ഒരു ഏരിയയിലുള്ള ഈ 3 സ്ഥലങ്ങളാണ്. ഇതിൽ ഒരെണ്ണം നമ്മൾ ഡേ 1 പകല് കാണാൻ പറ്റാതെ പോയ ഒരു സ്ഥലമില്ലേ, KMR. ഇപ്പൊ അവിടെ ഇന്ന് നമ്മൾ പോകുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളും തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ രാവിലെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് 2-3 സ്ഥലങ്ങളും കൂടെ എക്സ്ട്രാ കവർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഉറക്കം വിട്ട് കളിക്കില്ലല്ലോ, അതുകൊണ്ട് ഉച്ചയ്ക്കാണ് നമ്മൾ ഇന്നും ഇറങ്ങിയത്. ഞങ്ങൾ സലാലയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് പോവുകയാണ് ഒരു സ്ഥലം കാണാൻ വേണ്ടി. വെറും 27 കിലോമീറ്റർ ഞങ്ങൾ 4 മണിക്കൂർ കൊണ്ടാണ് ഡ്രൈവ് ചെയ്ത് എത്തിയത് കേട്ടോ. നിങ്ങൾക്ക് ഈ വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാവും 10-20 കിലോമീറ്റർ സ്പീഡിലേ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ആ സ്ഥലത്തിന്റെ പേരാണ് ഗോസ്റ്റ് ഷിപ്പ് എന്ന് അറിയപ്പെടുന്ന അബാൻഡൻ ഷിപ്പ്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടും. ഈ പോകുന്ന വഴികൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു കുഴപ്പം. പക്ഷേ ലൊക്കേഷൻ അടിപൊളിയാണ്. നമുക്ക് ചുറ്റിലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങനെ ഗൈസ്, നമ്മൾ ഏകദേശം ആ ലൊക്കേഷന്റെ അടുത്തെത്തി. ഈ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, അബാൻഡൻ ഷിപ്പ് എത്തുന്നതിന് 2 കിലോമീറ്റർ ബിഫോർ ആയിട്ട് വരുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇഫ്താൻഗുഡ് ബീച്ച് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. നമ്മൾ ഇവിടെ നിന്ന് വേണം മേലിലേക്ക് കയറി പോകാനായിട്ട്. അതായത് എന്റെ ബാക്കിൽ ആ മഞ്ഞുമൂടി കിടക്കുന്നില്ലേ, നമുക്ക് അങ്ങോട്ടാണ് പോവേണ്ടത് അബാൻഡൻ ഷിപ്പ് കാണാനായിട്ട്. അവിടെ ആ മല കണ്ടോ? ആ മലയുടെ താഴെ കിടക്കും. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. പിന്നെ ഇവിടെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് രാത്രിയിലൊക്കെ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ക്യാമ്പിങ് ചെയ്യാം കേട്ടോ. പക്ഷെ കുറച്ച് റിസ്ക് ആണ്, കാരണം ഭയങ്കര ക്ലൗഡി, ഭയങ്കര ഒരു ഫോഗ് മൂഡാണ് എപ്പോഴും ഇവിടെ. അപ്പൊ നമ്മുടെ റിസ്കില് ഇവിടെ സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഞങ്ങള് കണ്ടത് വെച്ച് സിറ്റിയിൽ തന്നെ ഒരു വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് കാണുന്നില്ല. നമ്മുടെ അവിടുത്തെ പോലെ സ്ട്രിക്റ്റ് ഒന്നും അല്ല ഇവിടെ. എന്നാലും ക്യാമ്പിങ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ അവിടെ കാണുമ്പോൾ മനസ്സിലാവും, ഫുൾ ഓഫ് റോഡ് ആണ് കേട്ടോ. ഇവിടെ വരാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ 4 വീലറിൽ വരാൻ ശ്രമിക്കുക. 4 വീലർ ഇല്ലാത്തവർ ഒരു ദിവസത്തേക്ക് സലാലയിൽ നിന്ന് റെന്റിന് വണ്ടി എടുത്താൽ മതി, അതായിരിക്കും നല്ലത്. ഞങ്ങളുടെ വണ്ടിയാണെങ്കിൽ ഹീറ്റായിട്ട് എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ അവന് റെസ്റ്റ് കൊടുത്തേക്കുവാണ് കുറച്ച് സമയം. എനിക്കിവിടെ നിൽക്കാൻ നേരത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പണ്ടത്തെ ക്ലാസ്മേറ്റിന്റെ ഫ്രണ്ട് പേജ് ആണ്. അത് മാത്രമല്ല, ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഭൂമിയുടെ എഡ്ജിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത്. അതുകൊണ്ട് കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ, ട്രക്കിങ്ങിനും ക്യാമ്പിങ്ങിനും ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. വീക്കെൻഡ് ടൈമിലൊക്കെ ഇവിടെ നല്ല ആളുണ്ടാവും കേട്ടോ. ഈ കാണുന്ന ബീച്ചിലൊക്കെ നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും ട്രക്ക് ചെയ്ത്. പക്ഷെ നല്ല ട്രക്കിംഗ് ഷൂ ഒക്കെ ഉണ്ടെങ്കിലേ റിസ്ക് എടുക്കാവൂ. കുട്ടികളെയും കൊണ്ട് പോകുന്നവർ എന്തായാലും ആ റിസ്ക് എടുക്കരുത്. ഞങ്ങൾ എന്തായാലും പോയില്ല, പക്ഷെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ ക്യാമ്പിങ്ങിന്റെ സകല സാധനങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ ക്യാമ്പിങ് ചെയ്യാത്തതിന്റെ കാര്യം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റായിരുന്നു. ജാക്കറ്റും കാര്യങ്ങളൊക്കെ കരുതണം. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ക്യാമ്പിംഗ് ചെയ്യാൻ പൊളിയായിരിക്കും. പിന്നെ ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ രാത്രി സമയങ്ങളിൽ സ്റ്റാർ ഗേസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇവിടെ നിന്ന് രാവിലെ അടിപൊളി സൺറൈസ് ഒക്കെ കാണാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. ഞാൻ ആലോചിക്കുമായിരുന്നേ, സലാലയിലെ മിക്ക സ്ഥലങ്ങളും പൊളിയാണ്, പക്ഷെ അവിടെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഗവൺമെന്റ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് നല്ല സൗകര്യമായേനെ ട്രക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് അബാൻഡൻ ഷിപ്പ് കാണാനായിട്ട് കയറി പോകേണ്ടത്. വെതർ ഒട്ടും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. 4 വീലറിൽ വന്നവർ പോലും കയറിപ്പോയില്ല, കാരണം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്. ഒന്ന് തെറ്റിയാൽ പിന്നെ നമ്മൾ പൊഴിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഇത്രയും സമയം ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ വെതർ ക്ലിയർ ആവാനായിട്ട് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സൈഡിലൂടെ നടന്നു കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും. ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ഷോട്ട് എടുക്കായിരുന്നു. ഇവിടെ ഡ്രോൺ ഒന്നും റെസ്ട്രിക്റ്റഡ് അല്ല കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും ഡ്രോണൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഫോട്ടോയൊന്നും പോയി റിസ്ക് എടുക്കാൻ നിൽക്കരുത്. അവസാനം ആ ഫോട്ടോ തന്നെ ഭിത്തിയിൽ തൂക്കിയിടേണ്ടി വരും. മല കയറി ക്ഷീണിച്ചാ?
ആരും എന്നെ കണ്ട് നെട്ടരുത്. ഞാൻ ഇന്നലെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സ് എല്ലാം തീർന്നെന്ന്. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാൻ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും കിട്ടിയില്ല. ലുലുവിൽ കയറിയപ്പോൾ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. അത് ഓവർ സൈസ് ആയിപ്പോയി. ഇതിനു മുമ്പുള്ള എൻ്റെ സലാല വ്ളോഗുകളൊക്കെ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്തത് എല്ലാം ഞാൻ ഓരോ വ്ളോഗുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നവർ ആ വ്ളോഗുകളൊക്കെ കണ്ടിട്ട് വരാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് കേട്ടോ. ആ സൈഡ് പിടിച്ചിങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നാൽ നമുക്ക് ഓരോരോ വ്യൂ പോയിന്റിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇവിടെ നിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡ്രസ്സൊക്കെ ഭയങ്കര കാറ്റാണ്. ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അത്ര കാറ്റിട്ട് കൂടിയെല്ലാം കൂടെ പെട്ടി വന്നിട്ട്. എന്നാൽ അടിപൊളി പ്ലേസ് ആണ്. ഇവിടെ വരുന്നവരെന്തായാലും നല്ല വണ്ടി ഒരു ദിവസത്തേക്ക് റെന്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ ഷിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ വ്യൂവിൽ ഇതുവരെ പോയിട്ടുണ്ട്. ഫുള്ള് വ്യൂ പോയിന്റ് ആണ്. അങ്ങനെ ഗൈസ് നമ്മൾ അബാൻഡൻ ഷിപ്പ് കണ്ടില്ല. നിങ്ങൾക്ക് അങ്ങ് ദൂരെ കാണാൻ സാധിക്കും. ഫുള്ള് മഞ്ഞിറങ്ങി നിൽക്കുവാണ്. നമുക്ക് റിസ്ക് എടുത്ത് കയറി പോകാൻ സാധിക്കില്ല കുട്ടികളെയും കൊണ്ട്. നല്ല വിഷമമുണ്ട് കാണാൻ പറ്റാത്തതിൽ. കാരണം നമ്മൾ ഇനി സലാലയിൽ വരുമോന്ന് അറിയില്ല. വന്നാലും ഇനി അത് അവിടെ ഉണ്ടാവുമെന്നും അറിയില്ല. കാരണം ഇപ്പം തന്നെ സോൾട്ടും വിൻഡും കാരണം ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ട്. വിത്തിൻ 5 years അത് അവിടെ നിന്ന് കംപ്ലീറ്റ് ഇല്ലാണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ബിരിയാണി വാങ്ങിച്ച്. ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ. ഈ ഫുഡ് ഉണ്ടാക്കുന്ന രീതിയെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് വ്ളോഗിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ പോയി കാണുക. അതുപോലെ തന്നെ നമ്മൾ ഇനി പോകാൻ പോകുന്ന ലൊക്കേഷൻ ഫസ്റ്റ് ഡേ കാണാൻ പറ്റാതെ പോയ ഒരു ലൊക്കേഷനിലോട്ടാണ്. ഞങ്ങൾ ഈ ബീച്ചിൽ ഫസ്റ്റ് ഡേ രാത്രിയിലാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പൊ ഒരു ആഗ്രഹം പകലിൽ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി ഇവിടെയാണ് ബ്ലോ ഹോൾ ഉള്ളത്. ഇല്ല ഹോളിൽ കൂടെ വെള്ളം ഇങ്ങനെ മേളിലേക്ക് വരുന്ന സാധനം. അപ്പൊ അത് അന്ന് കാണാൻ പറ്റിയില്ല രാത്രി ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ മേളിൽ പോയി. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത് മുഹസിൽ ബീച്ചാണ്. മുഹസിൽ ബീച്ചിന്റെ ഒരു പാർട്ടായിട്ടാണ് കേവ് മർമീഫ് വരുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു പാർക്കുണ്ട്. ഞാൻ സലാല വന്നിട്ട് അങ്ങനെ കുട്ടികളുടെ പാർക്കൊന്നും എവിടെയും കണ്ടിട്ടില്ല. ഈ ഒരു ബീച്ച് ഏരിയയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതാണ് നമ്മൾ മേലിൽ കയറിയിട്ടുള്ള കാഴ്ച എന്ന് പറയാൻ. സിയാന കണ്ടോ ഗൈസ്, നനയാൻ വേണ്ടി സ്വിമ്മിംഗ് ഡ്രസ് എടുത്തിട്ടേക്കുവാണ്. സിയാന ഒരു ദിവസം 3 ഡ്രസ് വേണം. സിയാന്റെ മുഖത്തെല്ലാം ട്രിപ്പ് വന്നതിന്റെ പാടുകളാണ്. കൊതുകുത്തി. ഇവിടെ നല്ല കൊതുണ്ട്. ഇത് കളർ ചെയ്തതിന്റെ പാടാണ്. വണ്ടിക്കകത്തിരുന്നല്ലേ. നമുക്ക് അതിനകത്ത് കയറാൻ പോവാം. ഈ മലയിലെ ചുറ്റിലും ഇതുപോലെ ഇവർ പണിത് വെച്ചിട്ടുണ്ട്. ആ ചുറ്റി ഇങ്ങനെ പോകുമ്പോഴാണ് അവിടെയാണ് ബ്ലോ ഹോൾ ഉള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാൽ ഇവിടെ സിപ്ലൈൻ പോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഇന്ന് ട്രൈ ചെയ്യണ്ടെന്ന് വിചാരിച്ച്. ഞാൻ എൻ്റെ ഡ്രസ്സിൽ അത്ര കംഫർട്ടബിൾ അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ സിയാൻ ചെയ്യുവാണ്. സിയ ആദ്യമായിട്ടാണ് സിപ്ലൈനിലൊക്കെ കയറുന്നത് കേട്ടോ. ഞാനും ഇതുവരെ കയറിയിട്ടില്ല. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിയ ഫോട്ടോ ഫോട്ടോ സിയ ഫോട്ടോ ഇഷ്ടായാ? ഇനി നമ്മൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ബ്ലോ ഹോൾ കാണാൻ വേണ്ടി പോവാണ്. കാണാനല്ല, എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ വീണ്ടും സ്ലിപ്പായി ഗൈസ്. എനിക്ക് ഇവിടെ വന്നിട്ട് സ്ലിപ്പ് ആവാനേ ഉണ്ടായിരുന്നുള്ളൂ സമയം. എന്തായാലും ഇവിടുത്തെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. സൗണ്ട് കേട്ടോ. കടല്. ഇങ്ങോട്ട് നോക്ക് ചേച്ചി, കണ്ണ് തുറന്ന്.
ഇതൊന്ന് ദുബായിലോട്ട് ഞങ്ങൾ സലാല വന്നപ്പോൾ ശ്രദ്ധിച്ച കാര്യം ഇവിടുത്തെ കടലിനൊക്കെ ഭയങ്കര ശക്തിയാണ് കേട്ടോ. നമ്മൾ അതിന്റെ അടുത്ത് പോലും പോവാൻ ഒക്കില്ല. ചിലപ്പോൾ ഈ ഒരു സീസണിൽ മാത്രമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. ഇതാണ് ആ ഒരു കേവിന്റെ ഫുള്ള് കേട്ടോ. കാണാൻ നല്ല രസമല്ലേ ആ ഒരു ഷേപ്പൊക്കെ. നമുക്കിനി എവിടെയും പോവാൻ സാധിക്കില്ല. ഇവിടെ സൺസെറ്റ് ആയി തുടങ്ങി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചാട്ടോ. ഞാൻ ആ ഒരു ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു തരാം, നോട്ട് ചെയ്തോളൂ. ഈ ഒരു ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലൊന്നും ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പിൻ ചെയ്തേനെ. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മൾ കേവ് മർണിഫിന്ന് ഇറങ്ങുമ്പോൾ ആ റോഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഓഫ് റോഡ് പോലെ കാണാൻ സാധിക്കും. ആ ഒരു ഓഫ് റോഡിലൂടെ ഒരു 2 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ കയറും കേട്ടോ. അടിപൊളിയാണ് അവിടെ ഇരിക്കാനായിട്ട്. ഞങ്ങൾ അവിടെ പോയത് സൺസെറ്റിന്റെ സമയമായതുകൊണ്ട് തന്നെ ഒട്ടകങ്ങളൊക്കെ തിരിച്ചു പോകുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സൺസെറ്റും കാണാൻ സാധിച്ച്. ആ കാണുന്നതാണ് മുഗസിൽ ബീച്ച്. അവിടെ തന്നെയാണ് കേവ് മർണിഫ് വരുന്നത്. അതിന്റെ ഫ്രണ്ടിലായിട്ട് റോഡ് വരും. ആ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മല കയറിയ ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഡേ 5 വ്ലോഗ്. നെക്സ്റ്റ് വ്ലോഗ് ഇതേ സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ ലാസ്റ്റ് സലാല വ്ലോഗ് ആണ്. അപ്പൊ മിസ് ചെയ്യാതെ കാണുക. നെക്സ്റ്റ് അടിപൊളി വ്ലോഗിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.